ജിൻഡോ ജോൺ, ഡോക്ടർ ജിൻഡോ, ഇന്ന് കേജ്രിവാൾ പറഞ്ഞൊരു കാര്യം പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്കാരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക? അത് മോദി ആവുകയില്ല എന്നും പറയുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ആ പ്രതിപക്ഷത്തോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? സ്മൃതി, അതിലൊരു തർക്കവും വേണ്ട. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സീറ്റ് വിഭജനം സാധ്യമാകില്ല, തർക്കങ്ങളില്ലാതെ സാധ്യമാകില്ല എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാകുന്നു. ഇന്ത്യയിലെമ്പാടും പരമാവധി സ്ഥലങ്ങളിൽ ഐക്യത്തോടെ മത്സരിക്കാനുള്ള സാഹചര്യം സംജാതമാകുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച മനോഭാവവും ഇൻക്ലൂസീവ് പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ആര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തെ പൗരാവകാശങ്ങൾ, മൌലികാവകാശങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നേതാവായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക. ഞങ്ങൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല മത്സരിക്കുന്നത്. ഞങ്ങൾ മത്സരിക്കുന്നത് നിലവിലുള്ള പ്രധാനമന്ത്രിയുടെ കള്ളങ്ങളെയും നുണകളെയും പെരുങ്കോട്ടകളെ തുടർന്ന് കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹരിദാസ് ഭാഷ പറഞ്ഞൊരു കാര്യമില്ലേ, എന്താ പോക്കറ്റ് അടിക്കാരൻ എന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ പറയുന്നത്. ഈ രാജ്യം മുഴുവൻ കൊള്ളയടിച്ച നരേന്ദ്രമോദിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ പോക്കറ്റ് അടിക്കാരൻ എന്ന് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തുകയും ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്ന് BJP-ക്കാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വ്യാജ ഡിഗ്രിയുടെ അല്ലെങ്കിൽ വ്യാജ ഗ്യാരണ്ടിയുടെ മാത്രം ബലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ആളുകളാണ്. ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ 142 കോടി ജനങ്ങളുടെയും മനസാക്ഷിയുടെ അംഗീകാരത്തിനൊപ്പം നിൽക്കുന്ന ആളായിരിക്കും. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായിരിക്കും. 56 ഇഞ്ച് നെഞ്ചൊന്നും വേണ്ട. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള മനുഷ്യനായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. Debate with Smriti Parittikad.